ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാഹീസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായാണ് വന്നിട്ടുള്ളത്. എൻ്റെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തിയേക്കണേ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ആദ്യം നമുക്കൊരു ഫ്രൈയിങ് പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു സവാള കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പ്, ഒരു 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയുടെ പൊടിയും 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലയും ചേർത്ത് വീണ്ടും നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഗരം മസാല കയ്യിലില്ല എങ്കിൽ ചിക്കൻ മസാല മാത്രം ഇട്ടാലും മതിയാവും. ഇതിപ്പോൾ നല്ലതുപോലെ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി അങ്ങ് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് നമുക്ക് ഇനി 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1 കപ്പ് പാലും ചേർത്ത് ഇതൊന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ ഈ പരുവാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഒരു ഫ്രൈയിങ് പാനിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് ഒന്ന് തടവി കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ ബാറ്റർ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലൂടെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഉള്ളി വഴറ്റിയത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പുഴുങ്ങിയ മുട്ട ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ ബാറ്റർ ഇതിൽ ഒഴിച്ചു കൊടുക്കാം. എല്ലാ ബാറ്ററും ഞാൻ ഇതിലിവിടെ ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇതിപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിനി മറിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ നമുക്ക് വളരെ പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നമ്മുടെ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടെ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്സും എന്നെ അറിയിക്കണം. താങ്ക്